ഹലോ എവരിവൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഫിഷ് കട്ട്ലേറ്റ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ്. മത്തിയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് ധാരാളം വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഉള്ളതാണ്. മത്തി കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കും. ഇത് സാധാരണ നമ്മൾ മീൻ വേവിച്ചെടുക്കുന്നത് പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ട് ജസ്റ്റ് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ എന്താണെങ്കിലും ഇത് വറുത്താണ് എടുക്കുന്നത്, കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണം എന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേവിച്ചിട്ടാണെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ മീൻ ഉപ്പും മഞ്ഞളും കുരുമുളകും തേച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരുന്നു. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മത്തിയെല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഇത് വേവിച്ചിട്ടാണെങ്കിലും എടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് പകുതി എടുത്തത്. പിന്നെ ഇതിലേക്ക് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വേണം. മത്തി അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് ആ ഫ്ലഷ് മാത്രം നമുക്ക് എടുത്തു വെക്കാം. ഞാനിവിടെ മത്തിയുടെ ഫ്ലഷ് മാത്രം മുള്ളൊക്കെ മാറ്റിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ മത്തിയുടെ ഫ്ലഷ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. അപ്പോഴേക്കും നന്നായിട്ട് പൊടിഞ്ഞ് കറക്റ്റ് പാകമായി കിട്ടും. വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ മിക്സിയുടെ ജാറിലിട്ട് ഒരു തവണയൊന്ന് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ ആ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വഴറ്റുക. അതാകുമ്പോൾ സവോളയൊക്കെ പെട്ടെന്ന് വഴറ്റും കിട്ടും. ഇപ്പോൾ സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മത്തി വേവിച്ചപ്പോൾ ഓൾറെഡി മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വീതം ഗരം മസാല പൊടിച്ചതും പിന്നെ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വറുത്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയും മീനും നന്നായിട്ട് യോജിക്കുന്ന വിധം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചിട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പിട്ടാണ് ഇത് വേവിച്ചത്. നന്നായിട്ട് യോജിക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇവിടെ കട്ട്ലേറ്റ് റോൾ ചെയ്തെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. റസ്ക് മിക്സിയിലിട്ട് ജസ്റ്റ് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്, റസ്ക് പൊടിയാണ്.
പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനി കട്ട്ലേറ്റിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം അത് നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ അത് റോൾ ചെയ്തെടുക്കുക. ഒരുപാട് വലുതാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷേപ്പ് ചെയ്തെടുത്ത ശേഷം മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ 1-2 വട്ടം ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ ഈ കട്ട്ലേറ്റിൻ്റെ പുറത്ത് പിടിക്കും. ഇതുപോലെ ഈ കട്ട്ലേറ്റിൻ്റെ മിക്സ് ഉപയോഗിച്ച് എല്ലാ കട്ട്ലേറ്റും നമുക്ക് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ കട്ട്ലേറ്റ് എല്ലാം ഷേപ്പിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യണം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൈയിങ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം കട്ട്ലേറ്റുകൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിരുന്ന പാത്രം വലുതായതുകൊണ്ടാണ് ഞാൻ റോൾ ചെയ്ത് വെച്ചിരുന്ന എല്ലാ കട്ട്ലേറ്റും ഒരുമിച്ച് തന്നെ ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. ചെറിയ പാത്രത്തിലാണ് ഫ്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 2-3 തവണയായിട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ ഓരോ സൈഡും 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരും. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം മറ്റേ സൈഡും കൂടെ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ കട്ട്ലേറ്റൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം കോരിയെടുക്കേണ്ടത്. അതാകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് തന്നെ കിട്ടും. ഇപ്പോൾ കട്ട്ലേറ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒപ്പം ഒരു സൈഡ് ഡിഷായിട്ട് ഒരു ഒനിയൻ സാലഡും കൂടെ ഉണ്ടാക്കണം. ഇതിലേക്ക് ഞാനൊരു ചെറിയ സവോളയും നല്ല എരിവുള്ളൊരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവോള നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. സവോള നല്ല തിന്നായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കൈകൊണ്ടൊന്ന് ഞെരടി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും വിനാഗിരിയും ചേർക്കണം. പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും ഇതിലേക്ക് ചേർക്കുക. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഞെരടി എല്ലാം യോജിപ്പിച്ചെടുക്കുക. അതായത് ഉപ്പും വിനാഗിരിയൊക്കെ സവോളയിലേക്ക് നന്നായിട്ട് പിടിക്കണം. പിന്നെ ഞാനിപ്പോൾ ഈ പച്ചമുളക് ഇടാത്തതെന്ന് വെച്ചാൽ നല്ല എരിവുള്ള പച്ചമുളക്. അങ്ങനെ കൈകൊണ്ട് ഞെരടി വരുമ്പോൾ എൻ്റെ കൈ നന്നായിട്ട് എരിയും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാത്തത്. നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഞെരടി എടുക്കുക. ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പച്ചമുളക് ഇതിലേക്ക് കട്ട് ചെയ്തിടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സൈഡ് ഡിഷായിട്ടുള്ള ഒനിയൻ സാലഡ് ഇവിടെ റെഡിയായി. മീനൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. പ്രത്യേകിച്ച് മത്തിയാകുമ്പോൾ നല്ലതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.